ഈ മരുന്നിന് ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നില്ല അല്ലേ? മരുന്നെടുത്തു, അതുകൊണ്ട് പേടി കുറഞ്ഞു, അല്ലെങ്കിൽ സങ്കടം കുറഞ്ഞ് ന്യൂട്രലായി. ആളിന് സന്തോഷം കൊടുക്കാൻ മരുന്നിന് പറ്റത്തില്ല. അവിടെയാണ് ഈ പേഴ്സ്യൂ ഹാപ്പിനെസ് വരുന്നത്. ഈ പേഴ്സ്യൂ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചാലേ പറ്റും അല്ലേ? ഇപ്പം നമ്മുടെ ഒരാളുടെ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയല്ലേ ഹാപ്പിനെസ് ഉണ്ടാവും. ഒരാളുടെ സാഡ്നെസ് കുറഞ്ഞു, ന്യൂട്രലായി ഇപ്പം മരുന്ന് നിർത്തിയാൻ പറ്റും, തിരിച്ച് വീണ്ടും സാഡ്നെസ് പോകും. അപ്പം അങ്ങനെയുള്ള ആ ഒരു മിസ്കൺസെപ്റ്റ്. അപ്പം അത് ന്യൂട്രലായ ആൾ സ്വന്തം ആക്ടിവിറ്റീസ് കറക്റ്റ് ചെയ്യുന്നുള്ളത്, എക്സസൈസസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഞാൻ കൊള്ളാം എന്ന് ഒരാൾക്ക് ആളിന് തന്നെ തോന്നുമ്പോഴാണ് കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. ആ കോൺഫിഡൻസിൽ നിന്നാണ് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. ആ കോൺഫിഡൻസും ഹാപ്പിനെസ്സും ക്രിയേറ്റ് ചെയ്ത ഒരാൾ തിരിച്ച് വീണ്ടും സങ്കടത്തിലേക്കോ പേടിയിലേക്കോ പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ് അല്ലേ, മരുന്ന് നിർത്തിക്കഴിഞ്ഞാലും. അപ്പം ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു മിസ്കൺസെപ്റ്റാണ് സൈക്കാട്രി മെഡിസിൻസ് നിർത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് നിർത്താൻ പറ്റത്തില്ല. ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ സൈക്കാട്രി മരുന്ന് നിർത്താൻ പറ്റത്തില്ല, വീണ്ടും പഴയ പോലെ ആകും, അത് ജീവിതകാലം മുഴുവൻ കഴിച്ചേ പറ്റൂ എന്നുള്ളൊരു മിസ്കൺസെപ്റ്റ് വന്നത് അതിൽ കൂടെ. ആരും ആ ഒരു പേടി മാറി എന്ന സന്തോഷം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ആരും ചെയ്യുന്നില്ല.